ഉള്ളികളുടെ പച്ചമണം അങ്ങനെ മാറിക്കഴിഞ്ഞാൽ എന്തെന്നാ അതിന് പറയാം, കുടംപുളി. കുടംപുളി ഇട്ട് കൊടുക്കട്ടെ. എന്നാൽ കുടംപുളി ഇട്ടിട്ടാണ് കറി വയ്ക്കുന്നത്. വളംപുളി ഇട്ടിട്ടും കുടംപുളി ഇട്ടിട്ടും വെക്കാറുണ്ട് കേട്ടോ. കുടംപുളി ഇവിടെ വലിയ പിടുത്തൊന്നുമില്ല, പക്ഷെ ഇന്ന് കുടംപുളി ഇട്ടിട്ടാണ് വയ്ക്കുന്നത് കേട്ടോ. നമ്മൾ കുടംപുളി ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീൻ ഇടാം. ഓക്കെ, ഉപ്പിടാൻ മറന്നുപോയി. അപ്പം നമ്മൾ ഉപ്പിടാൻ പോവാണ് കേട്ടോ. ഇതാ മീൻ കറിക്ക് കുറച്ച് ഉപ്പ് അധികം ഇടും കേട്ടോ. ഉപ്പിട്ടു അടച്ച് വെച്ച് കൊടുക്കാവേ. എണ്ണ ഒഴിച്ചിട്ടു. അടുപ്പത്ത് വെച്ചു കേട്ടോ. ഓക്കെ, അതവിടെ കിടന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കട്ടെ. നമ്മൾ കറിയാവുമ്പോഴേക്കും അപ്പോഴേക്ക് കരണ്ട് പോയി ഗൈസ്. അപ്പോൾ നമ്മൾ മീനിടാൻ പോവാണ് കേട്ടോ. അയില അപ്പോൾ ഗൈസ് നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലഞ്ച് കഴിക്കാം. ഓക്കെ, ലഞ്ച് കഴിക്കുമ്പോൾ കാണാം കേട്ടോ. നമ്മുടെ ക്യാമറമാൻ ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. ക്യാമറമാൻ പറയൂ, ഫുഡ് എങ്ങനെയുണ്ട്? കഴിച്ചിട്ടില്ലേ? അതെ, എന്നാ കഴിക്കൂ. പറയൂ, നമ്മുടെ അയലക്കറിയും അയല പൊരിച്ചതും എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? ഓക്കെ. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറയൂ. ഉപ്പ് കുറവുണ്ടോ? എരിവ് കുറവുണ്ടോ? ഒക്കെ പാകാ? അപ്പൊ ഗൈസ് ഒക്കെ പാകാണെന്നാണ് പറയുന്നത് കേട്ടോ. ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. ഏട്ടൻ നേരത്തെ കഴിച്ചു പോയി. ഏട്ടന് ട്രിപ്പ് കിട്ടിയപ്പോൾ ഏട്ടൻ കഴിച്ചു പോയി കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണേ. ഇതാ തനുമോൾ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഫുഡൊക്കെ കൊടുത്തു അവിടെ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചോട്ടെ, എങ്ങനെ ഉണ്ടെന്ന് പറയാം കേട്ടോ. നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ കഴിക്കുമ്പോൾ ടേസ്റ്റ് പറയുന്നതിൽ കാര്യമില്ല. അതാണ് ഞാൻ ഏട്ടനോട് പറയാൻ പറഞ്ഞത് കേട്ടോ. ഫുഡ് കഴിക്കുകയാണേ. മീനിൻ്റെ പീസൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് കഴിച്ചോട്ടോ. കുഴപ്പമൊന്നുമില്ല കേട്ടോ ഗൈസ്, നല്ല അടിപൊളി കറിയാണേ. പിന്നെ നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചോ? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണേ, സ്നേഹം തരണേ. ഓക്കെ, ടാറ്റാ.